സിനിമ ഇറങ്ങിയിരിക്കുകയാണ് വീണ്ടും. എന്തൊക്കെ പ്രതീക്ഷകളുണ്ടായിരുന്നു? പ്രതീക്ഷ ഉയർന്നോ? ഒരു സ്പെഷ്യൽ സിനിമയാണ് അത് നമ്മുടെ നാട്ടിലൊരു സ്പെഷ്യൽ മെസ്സേജാണ്. നമ്മൾ ഇന്ന് നിലവിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് നമ്മൾ ടച്ച് ചെയ്ത് അത് നല്ല രീതിയിൽ ഒരു സിനിമ നറേറ്റീവായിട്ട് ഒരു കമേഴ്ഷ്യൽ സിനിമയായിട്ട് തന്നെ വന്നേക്കുന്നു. രഞ്ജിത്തിൽ നല്ലപോലെ അഭിനയിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രേക്ഷകർ അത് എൻകറേജ് ചെയ്യണം. എല്ലാവരും സിനിമ പോയി തിയേറ്ററിൽ കാണണം. ഇതുപോലത്തെ സിനിമകളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് വിജയപ്പെടുത്തും. എന്താണ് ഈ സിനിമ ചെയ്യാനുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട കാരണം എന്തായിരുന്നു? ഈ സിനിമ ചെയ്യാനുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട കാരണം എന്തായിരുന്നു? ഇതുപോലത്തെ ഒരു കോൺസെപ്റ്റും കോണ്ടന്റും ആണല്ലോ എപ്പോഴും നമ്മൾ ഒരു സിനിമ ചൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു സിനിമയുടെ കോണ്ടന്റിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൂടാതെ ഇപ്പം വിശ്വാസം ഒരു സൈഡിൽ പക്ഷേ ഇത് ആവശ്യമുള്ള ഒരു സബ്ജക്റ്റായിട്ട് മനുഷ്യരിൽ എത്തിക്കണം, നമ്മുടെ വീടുകളിൽ നമ്മുടെ സമൂഹത്തിൽ എത്തിക്കണമെന്നുള്ളൊരു മെസ്സേജ് ഉണ്ടായിരുന്ന ഒരു സിനിമയായിട്ട് ഞങ്ങളിത് തീരുമാനിച്ച് ചാലഞ്ച് ചെയ്ത് ഹാപ്പിയാണ്. രഞ്ജി സജീവ് ഹാപ്പിയാണ്. രഞ്ജി സജീവ് കണ്ടില്ല. രഞ്ജിത്ത് ഹാഫിന്റെ ഷൂട്ട് ജയ്സാലെന്നുള്ളതാണ്. അവിടെ നമ്മുടെ വാറിന്റെ സമയത്ത് നമ്മുടെ ആശുപത്രി ഒന്ന് ബ്രേക്ക് ആയിരുന്നു. അത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് സ്കെഡ്യൂളിൽ അവർ ബ്രേക്ക് കിട്ടിയില്ല. ഇപ്പോഴും ഫോൺ വിളിച്ച് അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരുടെയും താങ്ക്സ് നന്ദി പറയുന്നുണ്ട്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകർക്ക് പറയാനുള്ളത് ഈ സിനിമ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് എൻജോയ് ചെയ്യണം. നല്ല സിനിമയാണ്. ഫാമിലി ആയിട്ട് വന്ന് ഒരുമിച്ച് കണ്ട് ഒരു നല്ല ഒരു ഇൻസ്പിറേഷൻ മെസ്സേജ് ഉള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ വന്ന് കുട്ടികളെ സിനിമ കാണണം. സിനിമയെ ഞാൻ അച്ഛനകത്ത് സിനിമകളും വിറ്റായിട്ടുണ്ട്. വരനെ വെച്ചുകൊണ്ടോ അച്ഛനുണ്ട്. നമ്മൾ കിട്ടുന്ന പൈസ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. സിനിമ നല്ലതാണ് കൂടും. അപ്പം അഭിനയവും നല്ല സ്ക്രിപ്റ്റ്, നല്ല ഡയറക്ഷൻ ഒക്കെ വരുമ്പോൾ സിനിമയുള്ളൂ. അവരൊക്കെ അതിനകത്തൊരു ചൂട് മാറും. നല്ല അഭിപ്രായം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. നല്ല മകനാണെന്നാണ് പറഞ്ഞത്. പിന്നെ പിക്ക് ചെയ്യുന്ന സിനിമകളാണെങ്കിലും ഓരോ ഇതിലാണെങ്കിലും ഇങ്ങനെ ഒരു ടീം കൊണ്ടൊന്ന് സിനിമ ചെയ്യാന്ന് പറയുന്നത്